ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കി KS ബൈജുവിനെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. മനീഷ് മഹിവാലും S വിജയകുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിവാലിലേക്കാണ്. മനീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാവുകയാണ്. കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഈ പാളികൾ കൈമാറുന്ന ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ട ആളായിരുന്നു KS ബൈജു. പക്ഷേ അതുണ്ടായില്ല. അതിന് മേൽനോട്ടം വഹിക്കുകയോ പകരം ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഈ അറസ്റ്റ്. മനീഷ് മഹിവാൽ. റിജിത്ത്, ഇന്നത്തെ ഈ SITയുടെ ഈ നീക്കം വളരെ നാടകീയമായിരുന്നു. ഓരോ അറസ്റ്റും വളരെ നാടകീയമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലെ മൂന്നാമത്തെ അറസ്റ്റിലേക്ക്, ഒന്നാമത്തെ മുരാരി ബാബു ആയിരുന്നു, സുധീഷ് കുമാറാണ്. ഇപ്പോൾ ഇതാ KS ബൈജുവിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നത്തെ ഈ അറസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നാളെ ഇതിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ മുരാരി ബാബുവിനെ സുധീഷ് കുമാറിനെ നാളെ കസ്റ്റഡിയിൽ ലഭിക്കും. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന ഇവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഈ KS ബൈജുവുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ SIT സംബന്ധിച്ച് വളരെ നിർണായകമാണ്. SIT ഇതിൽ ഓരോ പ്രതിയെയും കസ്റ്റഡിയിൽ എടുക്കുക, അല്ലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇവർക്കെതിരായി ലഭിക്കുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ N വാസുവിനെ, നേരത്തെ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ നേരത്തെ മുൻ പ്രസിഡന്റായിരുന്ന ദേവസ്വം പ്രസിഡന്റായിരുന്ന N വാസുവിന്റെ മൊഴിയിൽ ഇയാളെ പറ്റി, ഈ KS ബൈജുവിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലഭിച്ചിരുന്നു. അന്ന് 2019 അന്ന് മഹർസറിൽ ഈ 2 കാര്യങ്ങൾ, അന്ന് ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒപ്പം തന്നെ ഈ വാതിൽപ്പടിയിലെ സ്വർണവും കൊണ്ടുപോകുന്ന സമയത്ത് 2019 എന്തുകൊണ്ട് മഹർസറിൽ ഇയാൾ ഒപ്പിട്ടില്ല എന്നെ സംബന്ധിച്ച് ദുരൂഹമായ ചോദ്യം SITക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ SITയുടെ പിന്നീടുള്ള അന്വേഷണത്തിൽ മനഃപൂർവ്വമായി KS ബൈജു മാറി നിന്നതാണ്. കാരണം അത് ദേവസ്വം മാനുവൽ ലംഘനം എന്ന രീതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ ഇത് പിടിക്കും. ഇത് പിന്നീട് ദേവസ്വം ബെഞ്ചിനടക്കം ഇക്കാര്യങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കുമ്പോൾ ഈ തിരുവാഭരണ കമ്മീഷണർ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ തിരുവാഭരണങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സംഗതി സംബന്ധിച്ച് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തുന്ന എല്ലാ വിവരങ്ങളും ഓരോ 6 മാസം കൂടുമ്പോഴും അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ടതാണ്. അങ്ങനെ സ്പെഷ്യൽ കമ്മീഷണറുടെ ലഭിക്കേണ്ട രേഖകൾ ലഭിക്കാതെ, അതായത് തിരുവാഭരണ കമ്മീഷണർ ഒപ്പിടാതെ വന്നാൽ ആ രേഖ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിക്കില്ല. അങ്ങനെ ലഭിക്കാതിരിക്കാൻ മാത്രം ഈ തിരുവാഭരണ കമ്മീഷണർ ഒന്നും ഒപ്പിട്ടില്ല. അതിനുശേഷം ഈ കൈമാറ്റം നടക്കുന്നത് 7ാം മാസമാണ്. 2019 7ാം മാസം ജൂലൈ 19 ഈ കൈമാറ്റം നടക്കുന്നത്. 2019 ഈ ജൂലൈ മാസം 19 അതിനുശേഷം പിന്നീട് ഇദ്ദേഹം വിരമിക്കുന്നു. ഒക്ടോബറിന് ശേഷം പിന്നീട് രാധാകൃഷ്ണൻ എന്ന ആളാണ് തിരുവാഭരണ കമ്മീഷണർ എത്തുന്നത്. രാധാകൃഷ്ണൻ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പകർപ്പാണ് പുറത്തുവിട്ടുള്ളത് ദേവസ്വം ഡെപ്യൂട്ടി അന്നത്തെ കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണനാണ്. അന്നത്തെ ഈ തിരുവാഭരണ കമ്മീഷണർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പാകപ്പിഴവുണ്ടെന്ന് കാണിച്ച് അന്ന് കത്ത് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അതിനുശേഷം 2 മാസം ഡിസംബർ മാസം ഈ പറയുന്ന രാധാകൃഷ്ണനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അങ്ങനെ ഏറെക്കുറെ വ്യക്തമായി KS ബൈജുവിന്റെ ഇതിലെ പങ്ക് എന്താണെന്നുള്ള കാര്യം ഏറെക്കുറെ ഈ രേഖകൾ ഈ കത്ത് പുറത്തുവിടുമ്പോൾ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ 2 കേസിലും ഇയാൾ പ്രതിയാണ്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും ഒപ്പം തന്നെ കട്ടിളപ്പാളി കൊണ്ടുപോയതിലും ഒക്കെ തന്നെ 2 കേസിലും ഇയാൾ പ്രതിയാണ്. ഈ കട്ടിളപ്പാളി കേസിലാണ് 7ാം പ്രതി. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ KS ബൈജുവിന്റെ അറസ്റ്റിന് പിന്നാലെ ഇനി ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് കൂടി നാളെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിന്റെ ചോദ്യം ചെയ്യൽ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കൂടി SIT നീങ്ങുമോ എന്ന് കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്നലെയായിരുന്നു ഈ SITയുടെ മേധാവി, SITയുടെ തലവനും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ആ യോഗത്തിന് തൊട്ടു മുൻപായിരുന്നു 2ാം ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുൻപിൽ സമർപ്പിച്ചതും. ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള കുറേ പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കർശന നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിൽക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. രാഷ്ട്രീയ സ്വാധീനങ്ങളോ സമ്മർദ്ദങ്ങളോ. മനീഷ് മഹിവാലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. പല വമ്പന്മാരും കുടുങ്ങും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില അറസ്റ്റുകൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു SIT. കേസിൽ 7ാം പ്രതിയാണ്. 2 കേസുകളിലും KS ബൈജു പ്രതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.